ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത് പിന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ അതിനായിട്ട് 1 കപ്പ് മുതിരയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പോളം ഉഴുന്നാണ്. ഇതൊന്നും വാഷ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്. ഞാനിവിടെ നന്നായി വാഷ് ചെയ്ത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വല്ലാൻ വേണ്ടി വയ്ക്കും. എന്നിട്ട് കറിവേപ്പിലയും കഴുകി അതിൻ്റെ കൂടെ തന്നെ നമുക്കിടാം. ഇനി നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. അത് വറുത്തുകൊണ്ടിരിക്കുമ്പം ഞാൻ പറയാം. ഞാനിവിടെ ഒരു മൺപാത്രത്തിലാണ്, അടികട്ടിയുള്ള മൺപാത്രത്തിലാണ് ഇത് വറുക്കാൻ എടുക്കുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കഴുകി വെച്ച മുതിരയും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വളർന്നു വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ മുതിര എന്ന് പറയുന്നത് ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ കാലറിയാണ്. നമുക്ക് വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പുഴുങ്ങി കഴിക്കാം, തോരൻ വെച്ച് കഴിക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 6-7 മുളക് ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് അന്നേരം പെട്ടെന്ന് വറുത്ത് കിട്ടും. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുത്തു. കായപ്പൊടിയാണെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ കായം ആയതുകൊണ്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളി ഉണ്ടല്ലോ, വാളൻപുളി, അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സാധനവും കൂടി ചേർക്കണം. ചെറിയ ഉള്ളി ഇതുപോലെ കഴുകി ചെറുതായിട്ട് അരിഞ്ഞത്, അതും ഇതുപോലെ ചേർത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. കൈവിടാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റേ അങ്ങ് മാറിപ്പോകും. അപ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം. അന്നേരം ഇത് നമ്മൾ ഡെയിലി ചോറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങയും കൂടെ വറുത്ത് ചേർക്കാം. ഞാൻ തേങ്ങയൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഒന്ന് ആറിയതിന് ശേഷം പൊടിക്കണം, അല്ലെങ്കിൽ മിക്സി അങ്ങ് നന്നായിട്ട് ചൂടായി പോകും. അപ്പോൾ മുതിരയുടെ ഗുണങ്ങൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അന്നേരം ഇതുപോലെ തന്നെ വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത് പുഴുങ്ങി നമുക്ക് കഴിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചമ്മന്തി നമ്മൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലി 1-2 സ്പൂൺ വീതം ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മതി. പിന്നെ ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റിയതാണ്. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി കഴുകിയ ഉണക്കിയ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഇതുപോലെ വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.